സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-1 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ബൈബിളുള്ളവരെടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ച് ഇരിക്കുക. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ ആരാണ്? എലീശയെ ആർക്കാണ് അറിയാൻ പറ്റാത്തത്? എലീശ വസ്ത്രം വിൽക്കുന്ന വ്യക്തിയാണെന്ന് ഒരാൾ പറയുവാനിടയായി. അയ്യോ, ഈ കാലത്ത് എലീശ എന്ന പേരിട്ടിരിക്കുന്നതായ ആളുകളെയും ദാവീദ് എന്ന പേരിട്ടിരിക്കുന്ന ആളുകളെയും അബ്രഹാം എന്ന് പേരിട്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. എന്നാൽ ബൈബിളിൽ പറയുന്നതായ ഈ ഭക്തന്മാരെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയില്ല. കാരണം നാം ഈ ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ശ്രദ്ധ കാണിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നിങ്ങൾ വചനം കേട്ടതിന് ശേഷം അത് മനസ്സിൽ ഗ്രഹിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ കേട്ട് വിട്ടുകളയുകയാണോ? അങ്ങനെ ചെയ്യരുത്. അരമണിക്കൂർ കേൾക്കുന്ന പ്രസംഗം മുഴുവനും ഓർത്തു വെച്ചില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചതായ, നിങ്ങളുടെ മനസ്സിൽ ആലോചന കൊണ്ടുവന്നതായ ഒരു ദൈവത്തിൻ്റെ വാക്ക്, ആശ്വാസ വചനം, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് ആ ദിവസം മുഴുവനും ധ്യാനിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനിടയാകും, ബലപ്പെടുവാനിടയാകും. എലീശ ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകനാകുന്നതിന് മുൻപേ അദ്ദേഹം ആരായിരുന്നു? ഒരു ഭൂവുടമയായിരുന്നു. ആരാണ്? 12 ഏർ കാളകളെ വെച്ച് നിലം ഉഴുതുകൊണ്ടിരുന്നതായ വ്യക്തി. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം വസ്തുസമ്പത്തുണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം. ഇന്ന് കാളയെ വെച്ച് നിലം ഉഴുകുന്നതായ കാര്യമൊന്നും ആർക്കും അറിയില്ല. ഇന്നെല്ലാവർക്കും ട്രാക്ടറാണ്. അതായത് 12 ട്രാക്ടർ വെച്ച് നിലം ഉഴുതുമറിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര അധികം വസ്തു ഉണ്ടെന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ഈ 12 ഏർക്കാളുകളെയും ഇദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. ബാക്കിയുള്ള ആളുകളെ അതിൽ നിന്നും വിളിച്ചില്ല. അതായത് അത്രയും സമ്പത്തുണ്ടായിട്ടും ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി കാണുവാൻ കഴിയും. ദൈവം അവൻ്റെ വിശ്വസ്തത കാണുവാനിടയായി, ഉത്തരവാദിത്തത്തെ കണ്ടു. ഏലിയാവ് ആരാണ്? രണ്ടും ഒരാളാണോ? ഏലിയാവ് വേറെ, എലീശ വേറെ. ഏലിയാവ് ആരാണ്? അദ്ദേഹവും ഒരു ദൈവദാസനായിരുന്നു. ആഹാബിന്റെ കാലത്ത് മഴ പെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷത്തോളം മഴ പെയ്തില്ല. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുവാനിടയായി. അവൻ വലിയൊരു ദൈവദാസനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ ചെയ്തതായ വ്യക്തിയാണ്, ആകാശത്തിൽ നിന്നും അഗ്നിയെ ഇറക്കിയ വ്യക്തിയാണ്, ദൈവത്തിന്റെ കയ്യിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നിനക്കു ശേഷം എന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നീ എലീശയെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ചെന്നപ്പോൾ അവിടെ എലീശ നിലം ഉഴുതുകൊണ്ട് നിൽക്കുന്നു. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് അവന്റെ മേൽ ഇട്ടപ്പോൾ, നിന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് പണിയുണ്ട്, എനിക്ക് സമയമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വരുവാൻ കഴിയില്ല എന്നുള്ള ഒഴിവുകഴിവൊന്നും തന്നെ പറയാതെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവൻ സകലതും ഉപേക്ഷിച്ചിട്ട് ഏലിയാവിൻ്റെ കൂടെ പോയി അവനെ ശുശ്രൂഷിച്ചു. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തു പോയ സമയത്ത് എലീശയെ നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഇരട്ടിയായിട്ട് വലിയ ദൈവവേല ചെയ്ത ദൈവദാസനാണ് എലീശ. ആ എലീശയുടെ അരികിലേക്ക് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി വന്നിട്ട് പറയുകയാണ്, യജമാനനെ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയിരിക്കുന്നു, ഒരുപാട് കടബാധ്യതയുണ്ട്. എന്താണ് പറഞ്ഞത്? ഒരുപാട് കടബാധ്യത ബാക്കിയുണ്ട്. ഇപ്പോൾ കടക്കാർ വന്നിട്ട്
ഞങ്ങൾ കടം വീട്ടാത്തത് കൊണ്ട് എൻ്റെ 2 ആൺമക്കളെയും പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രശ്നത്തെ, തൻ്റെ ആ ഭാരത്തെ, ആ ദുഃഖത്തെ ദൈവദാസന്റെ അരികിൽ പറയുകയാണ്. നമുക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നാം ആരോടാണ് പറയേണ്ടത്? അയൽക്കാരോട്. എന്താണ്? അപ്പുറത്തെ വീട്ടുകാരോട്. ആരോടാണ് പറയുന്നത്? ആരോടെങ്കിലും പറയുകയാണെങ്കിൽ നിന്റെ ആ ദുഃഖം തീരുവാനിടയാകുമോ, അതോ അത് വർദ്ധിക്കുവാനിടയാകുമോ? ഉരുളി ചെന്ന് മദ്ദളത്തോട് കഥ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിന്റെ കഷ്ടതയെന്ന് അവരോട് പോകുമ്പോൾ അവർ പറയും, എല്ലാം ശരിയാണ് സഹോദരി, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ കഷ്ടതയാണ് എന്ന് പറയും. അയ്യോ നാത്തൂനെ, അയ്യോ ചേച്ചി, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താണ് ചെയ്യാനുള്ളത്? അതാ ഫാൻ, അതാ സാരിയുണ്ട്, എല്ലാവരും തൂങ്ങി മരിക്കും, നമുക്ക് വെറൈറ്റി ആയിട്ട് മരിക്കാം, നമുക്ക് 2 പേർക്കും ഒരു സാരിയിൽ തന്നെ, ഒരു ഫാനിൽ തന്നെ തൂങ്ങി മരിക്കാം. അതിനുശേഷം പിറ്റേ ദിവസത്തെ ആ ടി വിയിലും ഈ ടി വിയിലും ഒ ടി വിയിലും എല്ലാം ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വാർത്ത വരികയും ചെയ്യും. അതായിരിക്കും അതിൻ്റെ അവസാനമായി ഉണ്ടാകുന്നത്. അവർക്ക് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. അനേകർക്കുമുള്ളതായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മരിക്കാമെന്ന് ചിന്തിക്കുന്നു. ദുഃഖം മറക്കാൻ വേണ്ടി മരിക്കാൻ തീരുമാനിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്തിലെ കഷ്ടത സഹിക്കില്ല എന്ന് പറഞ്ഞ് നീ മരിക്കുകയാണ് എങ്കിൽ, നീ സാരിയിൽ കെട്ടി ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ നീ ഏതെങ്കിലുമൊക്കെ ഗുളികകൾ വാങ്ങിക്കഴിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ നീ ഏതെങ്കിലുമൊക്കെ ട്രെയിനിൻ്റെ കീഴിൽ തലവെച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷം വാങ്ങിയിട്ട് കുടിച്ച് നീ മരിക്കുകയാണെങ്കിൽ, നീ ഇവിടെ മരിച്ചാൽ എവിടെ ചെന്ന് കണ്ണു തുറക്കുമെന്ന് അറിയാമോ? അവിടെ നരകത്തിൽ ചെന്ന് കണ്ണു തുറക്കും. അവിടെ നരകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും കരച്ചിലും പല്ലുകടിയുമാണുള്ളത്. അവിടെ മുഴുവനും പീഡയാണ്. ഇവിടെ നിന്റെ ശരീരം കത്തിച്ചാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കത്തും. എന്നാൽ നീ നോക്കുമ്പോൾ അവിടെ കത്തിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്റെ ശരീരം പൊള്ളും, നിന്റെ ശരീരം കത്തും, വീണ്ടും അത് നേരെയാകും, വീണ്ടും കത്തും, നിലവിളിക്കും, അയ്യോ അമ്മോ. അത് നിരന്തരമായിട്ട് നീ, യുഗങ്ങളായിട്ട് നീ അനുഭവിക്കേണ്ടി വരും. ആ നരകമെന്നത് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതായ കാര്യമല്ല. ദൈവം നരകമുണ്ടാക്കിയത് മനുഷ്യരെ ഉദ്ദേശിച്ചല്ല. നരകമുണ്ടാക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ അനുചരന്മാർക്കും വേണ്ടിയാണ്. നമുക്ക് ശരീരമുണ്ട്, അതുപോലെ ആത്മാവുമുണ്ട്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത് മണ്ണിലേക്ക് തന്നെ ചേരാനിടയാകും. ആത്മാവ് അതിനെ അയച്ചതായ ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമില്ല. ശരീരം മരിക്കുമായിരിക്കും, ആത്മാവ് മരിക്കില്ല. അതുകൊണ്ടാണ് വീണുപോയ ദൈവത്തിൻ്റെ ദൂതന്മാർ, പിശാചിന്റെ അനുചരന്മാർ, പിശാചും കിടക്കുന്നതിന് വേണ്ടി അവരുടെ ആത്മാവ് മരിക്കില്ല. അവരുടെ ആത്മാവ് പീഡ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ ഉദ്ദേശിച്ചാണ് നരകത്തെ സൃഷ്ടിച്ചത്. അല്ലാതെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയതായ മനുഷ്യരെ ഉദ്ദേശിച്ച് അല്ല ദൈവം ഉണ്ടാക്കിയത്. ആരെ ഉദ്ദേശിച്ചാണ്? പിശാചിനും അവന്റെ അനുചരന്മാർക്കും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പിശാചിനെ ദൈവം കൊന്നുകളയത്തില്ലേ? അവനെ ബന്ധിക്കത്തില്ലായിരുന്നോ? ഇനിയും എന്തിനാണ് ഇങ്ങനെ താമസിപ്പിക്കുന്നതെന്ന്. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് അവനെ കൊല്ലുവാൻ അല്ലെങ്കിൽ ബന്ധിച്ചിടുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, പിശാചിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതായ അനേകം മനുഷ്യർ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പിശാചിനെ ബന്ധിക്കുകയാണെങ്കിൽ നീതിമാനായ ദൈവം എന്താണ് ചെയ്യേണ്ടത്? അവനെ അനുകരിക്കുന്ന ആളുകളെയും ബന്ധിക്കണം. അതുകൊണ്ട് ആരും നശിച്ചു പോകുവാൻ അവൻ ഇഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടിയാണ് പിശാചിനോട് ദൈവം ഇപ്പോഴും ക്ഷമ കാണിക്കുന്നത്. ഞാനും നീയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് മരിച്ചതായ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവ് നമ്മെ വിടുവിക്കുവാനും മതിയായതായ ദൈവമാകുന്നു. അവന്റെ സുവിശേഷം സകല ദേശങ്ങളിലേക്കും വ്യാപിക്കണം. എല്ലാവരും ഒരു തവണയെങ്കിലും യേശുക്രിസ്തു പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാകുന്നു, അവൻ രക്ഷകനാണെന്ന് കേൾക്കുവാനിടയാകണം. അന്നുവരെയും കർത്താവ് കാത്തിരിക്കുകയാണ്. പിശാചിനെ ബന്ധിക്കാതെ കർത്താവ് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യർ ചൂഷണം ചെയ്യുകയാണ്. ദയവ് ചെയ്ത്
ഞാൻ മരിച്ചു പോകും എന്നുള്ളതായ വാക്ക് നിങ്ങളുടെ നാവിൽ വരുവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും കരമുയർത്താമോ? ഞാൻ ഇടയ്ക്ക് അങ്ങനെ മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവർ. ഒരു തവണയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും കരമുയർത്താമോ? അത് കുഴപ്പമില്ല, സാരമില്ല, പറഞ്ഞോളൂ. നല്ല ആളുകളാണ് നമ്മുടെ മീറ്റിംഗിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ. ഈ ദേശത്ത് നല്ല വ്യക്തികളായിട്ട് ഞാൻ കാണുന്നു. സത്യം പറയുന്നവരാണ് നല്ലവർ, കള്ളം പറയുന്നവരെല്ലാം നല്ലവരല്ല. നിങ്ങൾ എല്ലാവരും തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞില്ല ഇരിക്കട്ടെ, നിങ്ങൾ മറ്റൊരാളെ നോക്കി മരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പോയി മരിക്കൂ. കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി ശാഠ്യം പഠിക്കുകയാണെങ്കിൽ ചിലർ പറയാറുണ്ട്, പോയി തിന്നു മരിക്കടാ. അതെന്താണ് കുഞ്ഞുങ്ങളെ തിന്നു മരിക്കട എന്ന് പറഞ്ഞ് ശപിക്കുന്നത്? അതെന്താണ്? അത് മേടിച്ച് മരിക്ക് എന്നാണോ പറയുന്നത്? എന്താണ്? പലരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ ഇനിയും പോയി മരിക്കൂ എന്നൊന്നും പറയുവാൻ ഒരിക്കലും പാടില്ല. അഥവാ നിന്റെ ഭർത്താവിനെ നിങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ ജയ്പോൾ പാസ്റ്ററിനോട് പറയും എന്ന് തീർച്ചയായിട്ടും പറയണം. ഇത് പിശാചിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വാക്കല്ല. ദൈവത്തിന്റെ വാക്ക് എന്താണെന്ന് അറിയാമോ? ഞാൻ മരിക്കുകയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എന്റെ കഷ്ടത മാറ്റുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ദുഃഖം അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ നിസ്സാരമായ പ്രശ്നത്തിൽ ഞാനിതിനാണ് മരിച്ചിട്ട് നരകത്തിൽ പോയി കിടക്കുന്നത്? ഈ ലോകത്തിലുണ്ടാകുന്ന താൽക്കാലികമായ കഷ്ടതയെ ഭയപ്പെട്ട് എന്തിനു വേണ്ടി ഞാൻ നിത്യ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുന്നത്? ഈ ലോക കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന കർത്താവ് എനിക്ക് ഉണ്ട്. ചിലർക്ക് രാത്രിയായാൽ തന്നെ ഭയമാണ്. അയ്യോ പ്രേതം വരും, അയ്യോ അയ്യോ അയ്യോ. മറ്റു ചിലർക്ക് ഇടിയും മിന്നലും ഉണ്ടായാൽ ഭയമാണ്. അയ്യോ 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 അയ്യോ. എത്ര സമയത്താണ് ഇടിയും മിന്നലുമുള്ളത്? ഒരു 3-4 തവണ ഇടിവെട്ടുമായിരിക്കാം. അതോടുകൂടി കഴിയും. അതിനുവേണ്ടി ആരെങ്കിലും അയ്യോ ഭയപ്പെട്ട് മരിക്കണമെന്ന് പറഞ്ഞ് മരിക്കുമോ? രാത്രിയാകുമ്പോൾ പിന്നെ കണ്ണുകളടച്ച് സുഖമായിട്ട് ഉറങ്ങും. എഴുന്നേൽക്കുമ്പോൾ എന്ത് പറ്റും? രാവിലെ കണ്ണു തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രഭാതമാകും. കഷ്ടതയും അത്രയേ ഉള്ളൂ. കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിക്കുക. ദൈവം വിടുവിക്കും, ദൈവം നടത്തും, ദൈവം വിജയം നൽകാനിടയാകും. അതല്ലാതെ ഭയപ്പെടുന്നത് മൂലമായിട്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഭയപ്പെടരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 365 തവണ ദൈവം ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയോ തരത്തിലുള്ള ഭയം കൊണ്ട് ഇന്നുള്ള മനുഷ്യർ പീഡ അനുഭവിക്കുന്നു. രോഗത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഭയം, വിവാഹം നടക്കുന്നില്ല എന്ന ഭയം, വീട്ടിൽ കലഹങ്ങളെക്കുറിച്ചുണ്ടാകുന്ന ഭയം, മക്കളില്ലെന്നുള്ളതായ ഭയം, എന്താണ് എന്തെങ്കിലും പ്രതികൂലം ഉണ്ടാകുമോ എന്ന ഭയം, ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള ഭയം, അപകടം ഉണ്ടാകുമോ എന്നുള്ള ഭയം. ചിലർ വണ്ടിയിൽ പോലും കയറിയില്ല അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ച്. വണ്ടിയിൽ കയറി ആക്സിഡന്റ് ആകാതെ വീട്ടിലിരുന്നാലും ആക്സിഡന്റ് ഉണ്ടാകില്ലേ? എന്താണ്? നീ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ സീലിംഗ് ഫാൻ ഊരി നിന്റെ തലയിൽ വീണാൽ എന്താണ് സംഭവിക്കുന്നത്? നീ ഒരു പക്ഷേ വണ്ടിയിൽ കയറത്തില്ലായിരിക്കാം, ശരിയാണ്. എന്നാൽ അപകടത്തെ പിടിക്കാൻ കഴിയുമോ? എന്നാൽ നിന്നെ കാക്കുന്നതായ ഒരു ദൈവമുണ്ട്. നീ വീട്ടിലാണെങ്കിലും വീടിന് വെളിയിലാണെങ്കിലും അവൻ നിന്നെ കാക്കും. യേശു നിന്റെ കർത്താവാണെങ്കിൽ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ഒരു ദോഷത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. ഈ ലോകത്ത് അനേകം ആളുകൾ നഷ്ടം സംഭവിക്കുമ്പോൾ, ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ, പരാജയമുണ്ടാകുന്ന സമയത്ത് യൗവനക്കാർ ഇന്ന് മരിക്കുവാൻ തീരുമാനിക്കുന്നവരുണ്ട്. പരീക്ഷയിൽ പാസ്സായില്ലെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് മരിക്കുന്നത്? വീണ്ടും എഴുതിയിട്ട് നിനക്ക് ജയിച്ചുകൂടെ? അതുപോലെ നിനക്ക് ജോലി ലഭിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഒന്നുകൂടി നിനക്ക് പരിശ്രമിച്ചുകൂടെ? നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിലേക്ക് സമർപ്പിക്കുക. കർത്താവ് അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും, നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. നിങ്ങൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഈ സമയത്ത് നിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. അവരുടെ കണ്ണുനീര് നീ കാണണമേ. ഏതു കുടുംബത്തിൽ ഏത് വിഷയമാണുള്ളത്, ആരുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരമാണുള്ളത്, ആർക്ക് ഏതെല്ലാം രോഗമാണ് ഉള്ളതെന്ന് നോക്കണമേ. അങ്ങനെയുള്ളതായ കുടുംബങ്ങളിൽ ഇന്ന് വലിയ വിടുതൽ കൊടുക്കണമേ. മദ്യപാനികളായിരിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. ആർക്കാണോ കടബാധ്യതകളുള്ളത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ പുതിയ വഴികൾ തുറക്കണമേ. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. സകലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. കുടുംബത്തിലെ സകല ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമേ കർത്താവേ. യൗവനക്കാർ ലക്ഷ്യമുള്ളവരായിട്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായി ജീവിക്കാതെ ശരീരത്തെ ദേവാലയമാക്കി കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേകം യൗവനക്കാരെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഈ ചുറ്റുപാടുമുള്ള ദേശം സുവിശേഷീകരിക്കപ്പെടുവാൻ അനേകം ആളുകൾ കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാൻ നീ സഹായിക്കണമേ. അവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാൻ സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.